സാറേ, ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. ഇപ്പോൾ അവിടുത്തെ പാർലമെൻറ്റ് അംഗം, ഇറാനിലെ പാർലമെൻറ്റ് അംഗം അഹമ്മദ് ആർദേസ്താനി പറയുന്നത് ഈ മരണത്തിൽ പേജർ പൊട്ടിത്തെറിച്ചാണ് അദ്ദേഹം മരിച്ച ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് നടപ്പിലാക്കിയത്. ഇബ്രാഹിം റൈസി ഉപയോഗിച്ചിരുന്ന പേജർ പൊട്ടിത്തെറിച്ച് അപകടത്തിനിടയാക്കിയെന്നാണ് ഈ അഹമ്മദ് പറയുന്നത്. അദ്ദേഹം റൈസി ഒരു പേജർ ഉപയോഗിച്ചിരുന്നു, എന്നാൽ അത് ഇപ്പോൾ വ്യാപകമായി പൊട്ടിത്തെറിക്കപ്പെട്ട പേജറുകളിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിൽപ്പെട്ടതാകാം. ഈ ഹെലികോപ്റ്റർ അപകടത്തിൽ പേജർ ഉപയോഗിച്ചിട്ടുള്ള സ്ഫോടനമാകാനുള്ള സാധ്യതയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. നമ്മൾ അന്നേ പറഞ്ഞതാണ് അതിനകത്തൊരു അപകട സാധ്യതയുണ്ട്. അപ്പോൾ ഈ പേജർ അപകടം എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വിരൽ ചൂണ്ടുന്നത് ഇസ്രായേലിലേക്കാണ്. അല്ല, അതിൽ ഇസ്രായേലിന് ഹാൻഡ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ നേരിട്ട് അയാളെ കൊന്നൊന്നല്ല, അല്ല, ആ ഇൻസൈഡ് ഓപ്പറേഷൻ ആണ്. സഹി കെട്ടിട്ട് അവര് തന്നെ ചെയ്തത്. ആ ഇൻസൈഡ് ഓപ്പറേഷൻ നടത്തിയ ആളുകൾക്ക് ഇസ്രായേലിന്റെ ലോജിസ്റ്റിക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇസ്രായേൽ നിങ്ങൾ നോക്കിയോ, അവിടെ ഒരു 2-3 പ്രധാനമന്ത്രി ആകുമ്പോഴേക്ക് അവർ ഇസ്രായേൽ രാജ്യമായി അത് മാറും. പുതിയ ജനറേഷൻ എന്ന് വെച്ചാൽ മൊത്തം ഭ്രാന്തെടുത്തിരിക്കണം. അവർക്ക് ഒത്തിരി പുരോഗതി ഇല്ലല്ലോ നാട്ടിൽ, മൊത്തം ബ്ലോക്കേഡ് അതും ഇതൊക്കെ ആയിട്ട്. അപ്പം അതിന് പ്രധാനമായി കാരണം ഈ അന്ധമായ ഇസ്രായേൽ വിരോധമാണ്, അന്ധമായ അമേരിക്കൻ വിരോധമാണ് ഈ മറ്റേ ഭ്രാന്തന്റെ. എന്നാൽ അവരുടെ എലീറ്റിനൊക്കെ വലിയ സന്തോഷമാണ്, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതവിടെ വലിയ ഇപ്പം തന്നെ പല വിപ്ലവങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഒരു അടിച്ചമ്പത്താണ് പട്ടാളത്തിൽ പേര്. പക്ഷെ ഇപ്പൊ പട്ടാളത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു ശക്തമായ വിങ് ഇവർക്കെതിരായിട്ടുണ്ട്. കാരണം ഈ റൈസി മരിച്ച സ്ഥിതിക്ക് അതിൽ വലിയ ഫണ്ടമെന്റലിസ്റ്റ് അധികാരത്തിൽ വേണ്ടത്. പക്ഷെ ജനങ്ങൾ എന്താ തീരുമാനിച്ചാൽ അങ്ങനെയുള്ള ഒരുത്തം വേണ്ട. ഇപ്പോൾ ഉള്ള ആൾ അതുപോലുള്ള ആളല്ല, മുഹമ്മദ് ഖാത്തമീൻ്റെ ഒക്കെ ലൈനിലുള്ള ഒരു പുരോഗമനവാദിയാണ്. അപ്പൊ ഇത് അവർക്കൊരു മുന്നറിയിപ്പാണ്. അപ്പം അതൊരു ഇൻസൈഡ് ഓപ്പറേഷൻ ആണ്. ഇസ്രായേലിന് അവരുടെ പ്രസിഡന്റിനെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഇസ്രായേൽ അങ്ങനെ പ്രസിഡന്റുമാരൊന്നും പൊതുവെ അങ്ങനെ കൊന്നേ നമ്മൾ കേട്ടിട്ടില്ല. പ്രസിഡന്റുമാരെ കൊല്ലുന്നത് അധികം ഇൻസൈഡ് ഓപ്പറേഷൻ ആണ്. അതിൽ ഇവരെ സഹായം ഉണ്ടാകും. ഇപ്പം ഡെയ്യൂമിനെയൊക്കെ പിന്നെ ഇവിടെ നമ്മുടെ നാസറിനെയൊക്കെ കൊന്നിട്ട് ഈ ഇസ്രായേൽ ഇവിടെ നാസർ സോവിയറ്റ് റഷ്യ പിന്നെ നെഹ്റു അനുഭാവിയായിരുന്നു കേട്ടോ ഈജിപ്തില്. അതിലൊക്കെ അമേരിക്കയുടെ ഹാൻഡ് ഉണ്ട്, പക്ഷെ ഡയറക്റ്റ് ഓപ്പറേഷൻ അല്ല. ദേ യൂസ്ഡ് ഇൻസൈഡേഴ്സ്. ഇൻസൈഡ് ആയിട്ടുള്ള എനിമീസ് തന്നെയാണ് ഉപയോഗിച്ചത്. ഈ വിഷയത്തിൽ അങ്ങനെ തന്നെ. അതിൽ പേജറൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. പേജർ ഉപയോഗിക്കൊന്നും വേണ്ട, അവിടെ ഉള്ള അവർ ഉപയോഗിക്കുന്ന കാരിയേഴ്സ് പലതും ഔട്ട്ഡേറ്റഡ് ആണ്. ഇയാൾ അന്ന് പോയതും ഔട്ട്ഡേറ്റഡ് കാരിയറാണ്. ഇതെല്ലാം സുരക്ഷാ പരിശോധന കഴിഞ്ഞിട്ടല്ലേ. കഴിഞ്ഞിട്ട് ഈ ഹെലികോപ്റ്റർ പൊട്ടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ചെറിയ എന്തെങ്കിലും നട്ടും ബോൾട്ട് ഇളക്കിട്ടാൽ മതി, സാധനം താഴെ വീഴും. ഇപ്പം നമ്മുടെ ഇയാളെ എങ്ങനെ മരിച്ചെന്ന് അറിയോ? ആരാ? നമ്മുടെ ജഗന്റെ അച്ഛൻ ഉണ്ടായിരുന്നല്ലോ, YSR എങ്ങനെ മരിച്ചത്? ഹെലികോപ്റ്റർ അവിടെ വെച്ചാണ് മരിച്ചത്. പക്ഷെ അതൊരു നിങ്ങൾ കണക്ട് ചെയ്ത വേറൊരു കഥ ഞാൻ വായിക്കാം, പറയാം നിങ്ങൾ. അനിൽ അംബാനി ഒരു ദിവസം, പണ്ട് അയാള് ഭയങ്കര ഈ മുകേഷിനെ പോലെ ആയിരുന്നില്ല, പൈസ കൊണ്ടങ്ങ് ആടായിരുന്നു. ഹോളിവുഡ് സിനിമ ഉണ്ടാക്കുക, ഹോളിവുഡിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മണ്ടനായിരുന്നു. അപ്പോൾ ഇയാൾ ഒരു ദിവസം വിമാനം ഹെലികോപ്റ്റർ എടുക്കാൻ നോക്കിയ ഹെലികോപ്റ്ററിന്റെ പെട്രോൾ ടാങ്കിന്റെ ഉള്ളിൽ, പെട്രോൾ ടാങ്ക് ഇന്ധന ടാങ്കിന്റെ ഉള്ളിൽ ഒരു കല്ല്. അന്ന് അത് ടേക്ക് ഓഫ് ചെയ്തിരുന്ന ഇയാൾ മരിച്ചു പോയി. ഇതുപോലെ എന്തോ പണിയാണ് ഇയാൾക്കും കൊടുത്തത്. ആർക്ക്? എങ്ങനെയാണ് ആ ടെക്നിക്കൽ സ്നാഗ് ഉണ്ടായതെന്ന് ആർക്കും അപ്പോഴും അറിയില്ല. ഹെലികോപ്റ്റർ വിമാനം പോലും അല്ല, പൊട്ടിക്കാൻ വളരെ എളുപ്പമാണ്. അതിൽ ബന്ധപ്പെട്ട ആളുകൾ അപകടം. ശരിയാണ്, അപകടകരമായ യാത്ര എപ്പോഴും ഹെലികോപ്റ്റർ വിമാനത്തെക്കാൾ വെരി സേഫ് ആണ്. ലോകത്തെ സേഫസ്റ്റ് ആയിട്ടുള്ള ജേർണി വിമാനമാണ്. വിമാനം എന്ന് വെച്ചാൽ ആകപ്പാടെ ടേക്ക് ഓഫിലും അതുപോലെ ലാൻഡിങ്ങിലും മാത്രമാണ് 98% അപകടം ഉണ്ടാകുന്നത്. ആകാശത്ത് വെച്ചിട്ടുണ്ടാകുന്ന അപകടങ്ങൾ ഇവർ മര്യാദയ്ക്ക് ഇത് ഗ്രൗണ്ട് സ്റ്റാഫിനെ നിയമിക്കാത്തതുകൊണ്ടും അല്ലെങ്കിൽ താഴെ നോട്ട് ചെയ്ത അറ്റകുറ്റപ്പണികൾ നടത്താതെ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന്റെ പ്രശ്നമായിരിക്കും. അല്ല, വിമാനം മോളിൽ നിന്ന് ഇപ്പം ഇന്ധനം തീർന്നാൽ പോലും വിമാനം ഗ്ലൈഡ് ചെയ്ത് നോക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല, ആളുകൾ മരിക്കൊന്നുമില്ല, ചെറിയ പരിക്കൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഹഡ്സൺ റിവറിലൊക്കെ വിമാനം ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ടേക്ക് ഓഫിന്റെ സമയത്ത് ഈ വിൻഡു ഒരുപാട് ഫാക്ടർ ഉണ്ട്. പിന്നെ നമ്മുടെ ജഡ്ജ്മെന്റിൽ ഇപ്പം കരിപ്പൂർ നടന്നതാണ്, നല്ല മഴ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഈ പൈലറ്റ് അതിനെ പറ്റി ഈ പട്ടാളത്തിൽ വരുന്ന പൈലറ്റുമാർക്ക് ഒരു പ്രശ്നമുണ്ട്. അവർക്ക് ഇതൊരു മിഷനാണ്. സിവിലിയൻ ആയിട്ടുള്ള പിന്നെ പൈലറ്റ്സിന് ആ പ്രശ്നമല്ല. അവർക്ക് അതെങ്ങനെങ്കിലും ആ ഒരു ടെക്നിക്കാലിറ്റീസ് ഒക്കെ നോക്കി ഇറക്കാൻ പറ്റിയെങ്കിൽ അടുത്ത എയർപോർട്ട്. ഇവർക്ക് അതല്ല, ഇവർക്ക് ഇറക്കിയേ പറ്റുള്ളൂ. ഒരു മിലിറ്ററി മൈൻഡ് ആണല്ലോ. അങ്ങനെയാണ് കോഴിക്കോട് അപകടം ഉണ്ടായത്. ഈ റൈസി അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പം പേജർ അതിനകത്ത് അന്ന് ആരും അങ്ങനെ നോട്ടീസ് ചെയ്ത സാധനമല്ല. പക്ഷെ ഇപ്പോൾ വ്യാപകമായി പേജർ ആക്രമണം ലോകത്തെ എമ്പാടും ഞെട്ടിച്ചുകൊണ്ട് ഇവരുടെ ഒരു അറ്റാക്കിംഗ് രീതി മാറി എന്ന്
നമ്മൾ കാണുമ്പോഴാണ് ഇദ്ദേഹം വെളിപ്പെടുത്തുന്നത് അന്ന് പേജർ ഉണ്ടായിരുന്നു, പേജർ പൊട്ടിത്തെറിച്ചതാണ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ അന്ന് ചിലപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യണം എന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിലോ? പക്ഷെ ഇദ്ദേഹത്തിന് ഇസ്രായേലിനെ ദ്രോഹിക്കണമെന്ന് അങ്ങനെ ഇസ്രായേലിന് ഭയങ്കര ശത്രുവായിരുന്നു. അപ്പം പിന്നെ അതിനകത്ത് അല്ല ഇസ്രായേൽ പക്ഷേ ഇവർ പൊതുവെ ഇസ്രായേൽ നമ്മൾ എടുത്തു നോക്കിയാൽ മറ്റുള്ള രാജ്യത്തെ ഭരണാധികാരികൾ അവർ കൊന്നിട്ടില്ല. അവർ ലാൻഡ് പിടിച്ചെടുക്കുക, ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുക, ഇതൊക്കെയാണ് പ്രധാനമായി ചെയ്യുന്നത്. ഇത് അവസാന കൈയാണ്. ഇപ്പൊ രാജീവ് ഗാന്ധിനെ ഇന്ദിരാഗാന്ധിനെയൊക്കെ കൊന്നതിന്റെ പിന്നിൽ ഇത് അവസാനത്തെ കൈയാണ്. ഇന്ദിരാഗാന്ധിയുടെ ഈ പറയുന്നതിൻ്റെ അതിൽ സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയുടെ കുടുംബത്തിന് CIA ബന്ധമുണ്ടായെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അവരുടെ പ്ലാൻ സഞ്ജയ് ഗാന്ധിനെ കൊന്നു കഴിഞ്ഞാൽ മേനകയായിരിക്കും അധികാരത്തിൽ വരിക എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ രാജീവ് ഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി പോകുന്നത്, മേനകനെ പുറത്താക്കി. അപ്പൊ അവരുടെ ആ പ്ലാൻ തെറ്റിയ സമയത്ത് ഇനി അവർക്ക് മറ്റു വഴിയില്ല. അപ്പൊ അവിടെ നിന്നാണ് ഇന്ദിരാവാദത്തിലേക്കും പിന്നെ രാജീവ് വാദത്തിലേക്കും പോകുന്നത്. പിന്നെ മേനക BJP-ക്കാർ ബന്ധിച്ച് പ്രധാനമന്ത്രി നടക്കില്ലല്ലോ. മേനകൻ അന്ന് ഈ ആവശ്യത്തിന് മേനകൻ അവർ ഉപയോഗിച്ചിരിക്കാം. അതിന്റെ ഡൽഹിയിൽ പൊതുവെ പറയപ്പെടുന്ന മേനകാന്ധിയുടെ കുടുംബത്തിന് ഈ പറയുന്ന പോലെ CIA ബന്ധമുണ്ട്. അത് മനസ്സിലാക്കിയാണ് ഇന്ദിരാഗാന്ധി അവരെ പുറത്താക്കിയത്. അത് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടും കേൾക്കാതെ അവർ സ്വയം നേതാവായിട്ട് ഒരു റാലിയൊക്കെ UP-യിൽ നടത്തിയിരുന്നു. അപ്പൊ ഇന്ദിരാഗാന്ധിക്ക് ശക്തമായിട്ട് സോവിയറ്റ് റഷ്യയിൽ ബന്ധമുണ്ടായിരുന്നു. അപ്പൊ സോവിയറ്റ് റഷ്യ ഇത്തരം വിവരങ്ങൾ അവർ കൊടുത്തിട്ടുണ്ടാവും. ഇതൊരിക്കലും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഡൽഹിയിലെ ഈ എന്താണ് പറയുക അധികാര കേന്ദ്രങ്ങൾ നടക്കുന്ന ചർച്ചകളാണ്. അവരുടെ നമുക്ക് കേൾക്കാം. നമ്മൾ എപ്പോഴെങ്കിലും അതിന്റെ ഡൽഹിയിലൊക്കെ അങ്ങനെ ഒരു ക്ലോസ് മീഡിയ സർക്കിളോ പൊളിറ്റിക്കൽ സർക്കിളോ വന്നാൽ ഇത്തരം കഥകൾ ഒരുപാട് കഥകൾ വരും. പക്ഷെ ഇത് പലപ്പോഴും ലോജിക്കലി കൺസിഡർ ചെയ്യാൻ നമുക്ക് ശരിയാന്ന് തോന്നുകയും ചെയ്യും. അതല്ലാതെ ഇവർ അങ്ങനെ പൊതുവെ അങ്ങനെ ഭരണാധികാരികളോ ഇപ്പൊ റഷ്യയും അമേരിക്കയും തമ്മിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരു രണ്ടു കൂട്ടരും ഭരണാധികാരികളെ കൊന്നിട്ടില്ല. പല സ്ഥലം പിടിച്ചെടുത്തിട്ടുണ്ട്, പല സഹോദര രാജ്യങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊരിക്കലും ഈ പറയുന്ന പോലെ ആളുകളെ കൊന്നിട്ടില്ല. അപ്പൊ ഇവരെ കൊല്ലേണ്ട ആവശ്യം അവർക്കില്ല, ഭരണാധികാരിയെ കൊല്ലേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവരെ സഹായിക്കുന്ന ഇൻസൈഡേഴ്സിന് ആവശ്യം ഉണ്ടാവും. അപ്പൊ അവരെ സഹായിച്ചു കൊടുക്കുക, അങ്ങനെ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് പ്രത്യേകിച്ചായിട്ട് ആദ്യമില്ല. പക്ഷെ നമുക്ക് ഇങ്ങോട്ടൊരു പാലിടുമ്പോൾ അങ്ങോട്ടൊരു പാലിടണമല്ലോ. അതെ. അപ്പൊ അവിടെ ആളുകൾ ഭയങ്കര, എസ്പെഷ്യലി അവിടുത്തെ എലീറ്റ് ഭയങ്കരമായൊരു അസംതൃപ്തരാണ് നമുക്ക് കിട്ടുന്ന ന്യൂസ് അനുസരിച്ചിട്ട്. ഈ പോക്കിൽ രാജ്യം വളരെ പിന്നോട്ട് പോയി. അവർ സത്യത്തിൽ ഈ ഉപരോധത്തിനുള്ളിലൊക്കെ എന്തുകൊണ്ട് അവർ കുറെ മിസൈൽ ടെക്നോളജിക്ക് അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഉപരോധമില്ല എന്നുള്ള അവസ്ഥ എന്തായിരുന്നു? അവർ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരുപക്ഷെ തുർക്കിയൊക്കെ പോലുള്ള രാജ്യമായിട്ട് അവർ മാറുമായിരുന്നു. ഇറാൻ മാറുമായിരുന്നു. അതില്ലാതാക്കി ഈ ഗൊമേനിയ. അത് അന്നുള്ള ആളുകൾക്ക് മതം തലയ്ക്ക് പിടിച്ചപ്പം ഇതൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്നുള്ള ആളുകൾ മാറി ചിന്തിക്കുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം എൻ്റെ കൂടെ കുറെ ഇറാനിയൻ ഫ്രണ്ട്സ് ഡൽഹിയിലുണ്ടായിരുന്നു. അവരൊന്നും തന്നെ അവിടെയുള്ള ഈ ഗൊമേനി അംഗീകരിക്കുന്ന ആളുകളായിരുന്നു. അവരുടെ രാജകുടുംബത്തിൻ്റെ ആളുകൾ എങ്കിൽ പോലും ഈ പുതിയ തലമുറ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ആ സെൻസിബിലിറ്റി നമുക്ക് പിടികിട്ടും. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്ത ഒരു ഓപ്പറേഷൻ ആയിരിക്കും ഇത്. അങ്ങനെ ഇസ്രായേലിൻ്റെ പല സാധനങ്ങളുണ്ട് ഇനിയും നിങ്ങൾ കാണാനിരിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ കളികൾ ഇനിയും നിങ്ങൾ കാണാനിരിക്കുന്നുണ്ട്. പവർ വെപ്പൺ എന്ന സാധനമുണ്ട്. അമേരിക്കൻ കയ്യിലാണ് ബേസിക്കലുള്ള, ഇസ്രായേലിന് അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ജനറൽ റാവത്തിന്റെ മരണത്തിന് പിന്നിൽ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. കാരണം ഒരിക്കലും നമ്മളെ സൈന്യം അത് ഡിസ്ക്ലോസ് ചെയ്യില്ല. ഇത്തരം ടോപ്പ് സീക്രട്സ് അവർ ഡിസ്ക്ലോസ് ചെയ്യില്ല. കാരണം അത് അന്നത്തെ നമ്മൾ റഷ്യൻ ഹെലികോപ്റ്ററാണ് ഉപയോഗിച്ചെങ്കിൽ പോലും നമുക്കത് വളരെ ഇറാൻ പോലെ അല്ല, കൃത്യമായ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് കൊണ്ടെടുക്കുന്ന സാധനമാണ്. പിന്നെ നമ്മുടെ പട്ടാളത്തിനുള്ളിൽ അല്ല നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ ഇങ്ങനെ ഒരു അഞ്ചാം പത്തി ഇല്ല. നമ്മുടെ അത്രയും ഉള്ളൊരു സിസ്റ്റമാണ് അത്. എസ്പെഷ്യലി മോഡിയുടെ അണ്ടറിൽ അങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടുവന്ന സിസ്റ്റമാണത്. പക്ഷെ എന്നിട്ട് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഈ സാധനം ആകാൻ സാധ്യത. ഇങ്ങനെ പല സാധനങ്ങളുണ്ട് വെപ്പൺസ്. ഇത് പലതും നമ്മളിപ്പോഴേ അറിയാൻ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ അന്ന് ഈ ബന്ധപ്പെട്ട ചർച്ചയിൽ തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഈ വെച്ച സമയത്ത് അത് ചിലപ്പോൾ ഈ പവർ വെപ്പൺ ആയിരിക്കാം. പിന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരുപാട് വെപ്പൺസ് ഇവരുടെ കയ്യിലുണ്ട്. എസ്പെഷ്യലി ഇലക്ട്രോണിക് ആൻഡ് സൈബർ വാർഫെയറിൽ ഇവര് ഫാർ അഹെഡാണ്. ഇവൻ അമേരിക്കനെക്കാട്ടും കടത്തിവിട്ട രീതിയിലാണ് സൈബർ ആൻഡ് ഇലക്ട്രോണിക് വാർഫെയറിൽ ഇസ്രായേലിലെ സ്ഥാനം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇനിയും കണ്ണ് മഞ്ഞളിക്കാൻ പോകുന്ന ഒരുപാട് കാരണങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടാവും. അത് അവർ വളരെ 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 കംഫർട്ടബിളാണ്. ഈ സിസ്റ്റത്തിൽ മൊത്തം അവർ നൊഴിഞ്ഞു കയറിയിട്ടുണ്ട്.